സങ്കീർത്തനം 128:2 ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും എന്ന്. ആർക്കാണ് അവിടെ നന്മ വരുന്നത് എന്നുള്ളത് നമുക്ക് ആ സങ്കീർത്തനം പരിശോധിക്കുമ്പോൾ കാണുവാൻ സാധിക്കും. യഹോവ ഭക്തിയുള്ള പുരുഷൻ എന്നാണ് അവിടെ പറയുന്നത്. യഹോവ ഭക്തിയുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവൻ അല്ലെങ്കിൽ അവൾ ഭാഗ്യമുള്ളവൾ അല്ലെങ്കിൽ ഭാഗ്യമുള്ളവൻ എന്നാണ് കർത്താവ് അവിടെ പറയുന്നത്. ആ വ്യക്തിയുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതായി തീരുമെന്നും അവരുടെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടതായി തീരുമെന്നും അവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടതായി തീരുമെന്നും അവിടെ കർത്താവ് വ്യക്തമാക്കുന്നു. അങ്ങനെ ജീവിതത്തിൽ അവരുടെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടത്, അവരുടെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടത്, അവരുടെ ജീവിതത്തിലെ സകലതും അവർക്ക് നന്മയായി തീരുമ്പോഴാണ് ഒരു വ്യക്തി ഭാഗ്യമുള്ള വ്യക്തി എന്ന് മറ്റുള്ളവർ നോക്കി പറയുന്നത്. ഈ കാലഘട്ടത്തിൽ നമുക്ക് നോക്കുമ്പോൾ കുഞ്ഞുങ്ങൾ ഒട്ടും അനുസരണയില്ലാതെ ജീവിക്കുന്ന, വഴിതെറ്റിയുള്ള ജീവിതത്തിലേക്ക് പോകുന്ന, നാശകരമായ ജീവിതത്തിലേക്ക് പോകുന്ന അവസ്ഥയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മെജോറിറ്റി കുട്ടികളും മയക്കുമരുന്നിൻ്റെയും മദ്യപാനത്തിൻ്റെയും ആസക്തിയിലേക്ക് പോവുകയും മാതാപിതാക്കളെ അനുസരിക്കാതെ അവർ മാതാപിതാക്കളെ കയർത്തുകൊണ്ട് തന്നിഷ്ടം പോലെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ കാലഘട്ടത്തിലും നമ്മുടെ മക്കൾ നമുക്ക് അനുസരണയുള്ള മക്കളായി, ദൈവഭയമുള്ള മക്കളായി, ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്ന മക്കളായി ദൈവം നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മാതാപിതാക്കൾ ഭാഗ്യമുള്ളവരാണ് എന്നുള്ളതാണ് ആ 128 സങ്കീർത്തനം നാം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആ ഭാഗ്യമുള്ള തലമുറകളെ നാം പ്രാപിക്കുവാൻ നാം എന്ത് ചെയ്യണം? യഹോവ ഭക്തിയുള്ള ഒരു വ്യക്തിയായി മാറണം. ദൈവഭയമുള്ള, ദൈവഭക്തിയുള്ള, ദൈവത്തെ മുൻസ്ഥാനം കൊടുത്ത് ജീവിക്കുന്ന, ദൈവവുമായിട്ട് ചേർന്നിരിക്കുവാൻ ആഗ്രഹിക്കുന്ന, ദൈവത്തിന് പ്രധാന സ്ഥാനം കൊടുത്തിട്ട് ദൈവത്തിൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ദൈവമുഖം നോക്കിയതിന് ശേഷം മാത്രം നമ്മുടെ ജീവിതത്തിൻ്റെ മറ്റുള്ള കാര്യങ്ങളിലേക്ക്, ഉപജീവന മാർഗങ്ങളിലേക്ക്, ദൈവം നൽകിയിരിക്കുന്ന മറ്റ് പല മേഖലകളിലേക്കും നാം ഇറങ്ങുവാൻ പാടുള്ളൂ. ആദ്യം ദൈവത്തെ നോക്കുക. നാം ദൈവത്തെ നോക്കിയാൽ നാം ഭാഗ്യവാനായി തീരും എന്നുള്ളതാണ് ഇവിടെ കർത്താവ് വ്യക്തമാക്കുന്നത്. ദൈവത്തിൻ്റെ മുഖം അന്വേഷിച്ച ഒരു വ്യക്തിയുടെയും തലമുറകളോ കുടുംബമോ നശിച്ചു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. അവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അബ്രഹാം ദൈവത്തെ മുറുകെ പിടിച്ച് ദൈവത്തെ വിശ്വസിച്ചതുകൊണ്ട് അബ്രഹാമിൻ്റെ തലമുറകളെല്ലാം അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. അബ്രഹാമിൻ്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടു. അതുപോലെ ഇയ്യോബ് ദൈവത്തെ മുറുകെ പിടിച്ചതുകൊണ്ട് അവൻ്റെ നഷ്ടങ്ങളെല്ലാം മടക്കി ദൈവം കൊടുത്ത് ഇരട്ടിയായി അവനെ അനുഗ്രഹിക്കുവാൻ ഇടയായി തീർന്നു. അവൻ്റെ തലമുറകൾ അവന് നഷ്ടപ്പെട്ടെങ്കിലും വീണ്ടും അതിൻ്റെ ഇരട്ടിയായി അവന് തലമുറകളെ ദൈവം കൊടുക്കുവാൻ ഇടയായി, അവന് സമ്പത്ത് കൊടുക്കുവാൻ ഇടയായി, എല്ലാം അവന് ഇരട്ടിയായി ദൈവം കൊടുക്കുവാൻ ഇടയായി. അതെല്ലാം എന്തുകൊണ്ട്? ദൈവത്തിന് സ്ഥാനം കൊടുത്ത് ദൈവത്തെ വിട്ടൊഴിഞ്ഞുള്ള ഒരു ജീവിതം അവർക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ദൈവം അങ്ങനെ അവരെ വഴി നടത്തുകയും അവരെ ഭാഗ്യവാന്മാരാക്കി മാറ്റുകയും ചെയ്തത്. അവർ ഈ ലോകത്ത് എല്ലാവരും നോക്കുമ്പോൾ ധനാഢ്യരായി ജീവിക്കുവാനൊക്കെ കാരണമായി തീർന്നത് ദൈവത്തെ മുറുകെ പിടിച്ചതുകൊണ്ട്. ദൈവത്തെ മുറുകെ പിടിക്കുന്ന വ്യക്തി ജീവിതത്തിൽ അനുഗ്രഹങ്ങളാലും നന്മകളാലും ദൈവം നിറയ്ക്കുവാനിടയായി തീരും. അവരുടെ ജീവിതത്തിൽ ഒന്നിനും മുട്ടുണ്ടാകത്തില്ല. അവർ ധനാഢ്യരായി ജീവിക്കുവാൻ ദൈവം ഇടയാക്കും. നമുക്ക് ബൈബിൾ പരിശോധിക്കുമ്പോൾ അത് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവത്തെ മുറുകെ പിടിച്ചതായ എല്ലാ ഭക്തന്മാരും അനുഗ്രഹിക്കപ്പെട്ട സമൃദ്ധിയിലായിരുന്ന മക്കൾ ദൈവഭക്തന്മാരായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഒരാൾ പോലും സാമ്പത്തികമില്ലാത്ത വ്യക്തികളായിട്ട് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കത്തില്ല. പിന്നെ നമുക്ക് നോക്കുമ്പോൾ ലാസർ എന്നൊരു വ്യക്തിയെ നമുക്ക് കാണുവാൻ സാധിക്കും. ലാസർ എന്നാലും ലാസറിനൊന്നും ഇല്ലാത്തവനാണെങ്കിലും
അവന് ഒരു നന്മയ്ക്കും കുറവില്ലായിരുന്നു, അവന് ഭക്ഷണത്തിന് കുറവില്ലായിരുന്നു. അവന് ആ ധനവാന്റെ വീട്ടിലെ സമൃദ്ധിയുടെ ഭക്ഷണങ്ങളാണ് അവർക്ക് അവിടെ മിച്ചം വരുന്നതെല്ലാം അവർ പുറത്ത് ലാസറിനായിരുന്നു കൊടുത്തിരുന്നത്. അതുകൊണ്ട് ലാസറും സമൃദ്ധിയായിട്ടാണ് അവിടെ ജീവിച്ചത്. ദൈവത്തെ അവൻ വിളിച്ചു ജീവിച്ചതുകൊണ്ട് അവന് സാമ്പത്തികമായിട്ട് എടുത്ത് അവനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും അവന് ആഹാരത്തിന് ഒരു പഞ്ഞവും ഇല്ലായിരുന്നു. അങ്ങനെയാണ് അവിടെ ലാസറും ജീവിക്കുവാനിടയായി തീർന്നത്. അങ്ങനെ നമുക്ക് നോക്കുമ്പോൾ ദൈവഭക്തന്മാർ എല്ലാം അനുഗ്രഹിക്കപ്പെട്ടതായിട്ടും ദൈവഭക്തന്മാരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടതായിട്ടും നമുക്ക് കാണുവാൻ സാധിക്കും. ആ യഹോവ ഭക്തി നാം വിട്ടുമാറാതെ ദൈവത്തെ മുറുകെ പിടിച്ച് ദൈവത്തിന് പ്രധാന സ്ഥാനം നമ്മുടെ ജീവിതത്തിൽ കൊടുത്ത് നമുക്ക് എന്തൊക്കെ വന്നാലും ദൈവത്തെ മറന്ന് ദൈവത്തെ വിട്ട് ദൈവം കഴിഞ്ഞേ നമ്മുടെ ജീവിതത്തിൽ എന്തും ഉള്ളൂ എന്നുള്ള രീതിയിൽ നാം ജീവിക്കുകയാണെങ്കിൽ നിശ്ചയമായും നാം ഭാഗ്യമുള്ളവരായി മാറുവാനിടയായിത്തീരും. ദൈവത്തിൻ്റെ ഈ വചനപ്രകാരം നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും എന്നുള്ള ഈ വചനപ്രകാരം നമുക്ക് ആയിത്തീരുവാൻ സാധിക്കും. ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കുന്നത് നമുക്ക് നമ്മെ തന്നെ കാണുവാൻ സാധിക്കും. നാം ആദ്യം ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തിന് മുൻസ്ഥാനം കൊടുക്കുമ്പോൾ പിശാച് പല രീതിയിലും നമ്മെ പരീക്ഷിക്കും. പിശാച് പല രീതിയിലും നോക്കും ദൈവഭയത്തിൽ നിന്ന് നമ്മെ പിന്മാറ്റുവാൻ. പല പ്രശ്നങ്ങൾ കൊണ്ടിടും, നമുക്ക് ബുദ്ധിമുട്ടുകൾ കൊണ്ടിടും, പ്രതികൂലങ്ങൾ കൊണ്ടിടും. പക്ഷേ നാം അതെല്ലാം ജയിച്ചുകൊണ്ട് ദൈവത്തെ വിളിക്കുന്നതിൽ, ദൈവത്തെ മുറുകെ പിടിക്കുന്നതിൽ നാം ഒരിക്കലും ഒരു കാരണവശാലും അതിൽ ഒരു വിട്ടുവീഴ്ചയില്ലാതെ നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ പിശാച് അവിടെ തോക്കുവാനും ദൈവഭക്തന്മാർ അവിടെ ജയിക്കുവാനും ഇടയായി തീരും.